ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ അമേരിക്ക ലക്ഷ്യമിട്ടാൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് കാരണമാകുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ ഭരണകൂടം. ഇറാനിൽ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 5000 കടന്നതായി സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ ഭീഷണി. പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് തുടരുമെന്ന സൂചനയും ടെഹ്റാൻ നൽകി. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഏതൊരു കടന്നുകയറ്റവും കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചിരുന്നു. ഖൊമേനിക്കെതിരായ നീക്കം ഇറാൻ ജനതയ്ക്കെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാനിൽ പുതിയ നേതൃത്വം വരാൻ സമയമായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോടുള്ള പ്രതികരണമായിരുന്നു ഇത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ആരംഭിച്ച ഭരണകൂടത്തിനെതിരായുള്ള പോരാട്ടമായി മാറിയ പ്രക്ഷോഭം ഇറാനിലുടനീളം പടരുകയാണ്. ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികളും വ്യാപാരികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ പങ്കുചേർന്നു. പലയിടങ്ങളിലും ഇന്റർനെറ്റ് വിച്ഛേദിച്ചും കടുത്ത സുരക്ഷാ നടപടികൾ സ്വീകരിച്ചും പ്രക്ഷോഭത്തെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അറസ്റ്റിലായവർക്കെതിരെയുള്ള വധശിക്ഷാ നടപടികൾ തുടരണമെന്നാണ് ഇറാന്റെ ജുഡീഷ്യറി നൽകുന്ന സൂചന. പ്രക്ഷോഭകാരികളുടെ ചില പ്രവർത്തനങ്ങൾ മൊഹാറം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം ഇതിന് വധശിക്ഷയാണ് ലഭിക്കുക. ഇതിനകം 800 പേരുടെ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതിന് ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാന് നന്ദി അറിയിച്ചിരുന്നുവെങ്കിലും സ്ഥിതിഗതികൾ വീണ്ടും വഷളാവുകയാണ്. കഴിഞ്ഞ ദിവസം നൽകിയ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപിനെ കുറ്റവാളിയെന്ന് ഖൊമേനി വിശേഷിപ്പിച്ചു. പ്രക്ഷോഭങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായി അദ്ദേഹം ആദ്യമായി സമ്മതിച്ചു. എന്നാൽ ഈ മരണങ്ങൾക്ക് ഉത്തരവാദി അമേരിക്കയും ഇസ്രയേലുമാണെന്നാണ് ഇറാന്റെ വാദം. വിദേശ രാജ്യങ്ങളുടെ പിന്തുണയുള്ള തീവ്രവാദികളും കലാപകാരികളുമാണ് നിരപരാധികളെ കൊല്ലുന്നതെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ ഖുർഷിദ് മേഖലയിലാണ് പ്രക്ഷോഭം ഏറ്റവും ശക്തമെന്നും അവിടെയാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നുമാണ് അധികൃതർ സമ്മതിക്കുന്നത്. ഇറാഖിൽ നിന്ന് സായുധ കുർദിഷ് ഗ്രൂപ്പുകൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷാ സേന പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസവുമായി അമേരിക്ക നീങ്ങുമ്പോൾ ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണ് പശ്ചിമേഷ്യ നിൽക്കുന്നത്. 1979 മുതൽ രാജ്യത്ത് അധികാരത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടത്തിന് അവസാനം കുറിക്കണമെന്നാണ് പ്രക്ഷോഭകർ ലക്ഷ്യമിടുന്നത്. അമേരിക്കയും ഇസ്രയേലുമാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നാണ് ആയത്തുള്ള അലി ഖൊമേനി വിമർശിച്ചത്. അതേസമയം അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 24,000-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട്. 3,308 പേർ കൊല്ലപ്പെട്ടുവെന്നും 4,382 പേരുടെ കാര്യങ്ങൾ പരിശോധിക്കുന്നതായും ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇറാൻ പദ്ധതി ഇടുന്നതായി ഇറാൻ വിദേശകാര്യ വക്താവ് ആരോപിച്ചു. എന്നാൽ ഇത് തള്ളിയ ഇറാൻ ഭരണകൂടം ഇറാന് അമേരിക്കയെ ആക്രമിക്കാൻ പദ്ധതിയില്ലെന്നും എന്നാൽ അമേരിക്ക ആക്രമിച്ചാൽ പ്രത്യാക്രമണം ശക്തമായിരിക്കുമെന്നും വ്യക്തമാക്കി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.